ആത്മകഥാ വിവാദത്തിൽ ഇ.പി. ജയരാജൻ ഡി.സി ബുക്സിന് ഇന്ന് വക്കീൽ നോട്ടീസ് അയച്ചു. ഡി.സി ബുക്സ് പുറത്തുവിട്ട് എല്ലാ പോസ്റ്റുകളും പിൻവലിച്ച് ഖേദം പ്രകടിപ്പിക്കണമെന്നാണ് വക്കീൽ നോട്ടീസിൽ ഇ.പിയുടെ ആവശ്യം. ഷെഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം ചേരുന്നു. ഷെഫീദ്, വിശദാംശങ്ങൾ. നമുക്കറിയാം, ഈ ഉപതെരഞ്ഞെടുപ്പ് ദിവസം ഏറ്റവും കൂടുതൽ ചർച്ചയായ രാഷ്ട്രീയ വിവാദം അത് ഇ.പി. ജയരാജന്റെ ആത്മകഥ, അത് ഡി.സിയുമായി ബന്ധപ്പെട്ട വാർത്തകളും വിവരങ്ങളുമായിരുന്നു. ഇപ്പോൾ ഈ പകൽ അവസാനിക്കുമ്പോൾ, ഈ രാത്രിയിലേക്ക് കടക്കുമ്പോൾ ഇ.പി. ജയരാജൻ ഡി.സി ബുക്സിന് വക്കീൽ നോട്ടീസ് അയച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ആ വക്കീൽ നോട്ടീസിൽ പറയുന്ന കാര്യം, താൻ ആത്മകഥയുടെ പടിപ്പുരയിലാണ്, ഏതെങ്കിലും തരത്തിൽ പ്രസിദ്ധീകരണത്തിന് ആർക്ക് നൽകണമെന്നുള്ള കാര്യം അത് ആലോചിച്ചിട്ടില്ല. അതിനിടയിൽ ദുഷ്ടലാക്കോടുകൂടി സമൂഹത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതിന് ഇ.പി. ജയരാജനെ തേജോവധം ചെയ്തതിനും ഡി.സി ബുക്സ് തൻ്റെ പേരിൽ ആത്മകഥ പ്രസിദ്ധീകരിച്ചതായി വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അത് താൻ എഴുതിയ ആത്മകഥയല്ല, മാത്രവുമല്ല തൻ്റെ അറിവോ സമ്മതമോ ഇല്ലാതെ തൻ്റെ ആത്മകഥയുടെ ഭാഗമെന്ന നിലയിൽ അതിൻ്റെ PDF പുറത്തുവിട്ടത് അത് വളരെ തെറ്റായ രീതിയാണ്. അതല്ലെങ്കിൽ അത് അപലപനീയമായ കാര്യമാണ്. അതുമൂലം ഇ.പി. ജയരാജന് വലിയ തരത്തിലുള്ള മാനനഷ്ടമുണ്ടായി. കൂടാതെ ഈ ഉപതെരഞ്ഞെടുപ്പ് ദിവസം ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമുണ്ടാവുകയും അത് ഇ.പി. ജയരാജന് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു എന്നുള്ള കാര്യം അത് ഈ വക്കീൽ നോട്ടീസിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുവരെ ഡി.സി ബുക്സ് പുറത്തുവിട്ടിട്ടുള്ള എല്ലാ വിവരങ്ങളും, അത് ഫേസ്ബുക്ക് പോസ്റ്റുകൾ അടക്കമുള്ള കാര്യങ്ങൾ പിൻവലിച്ച് ഖേദം പ്രകടിപ്പിക്കണം, അതല്ലെങ്കിൽ നിയമ നടപടിക്ക് പോകും എന്നുള്ള കാര്യമാണ് ഇ.പി. ജയരാജൻ ഈ വക്കീൽ നോട്ടീസിലൂടെ അറിയിച്ചിരിക്കുന്നത്. SKN. ഓക്കെ, ഷെഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ഡി.സി ബുക്സ് എന്ത് മറുപടിയാണ് ഈ വക്കീൽ നോട്ടീസിന് നൽകാൻ പോകുന്നത് എന്ന് നമ്മൾ അന്വേഷിക്കാം.